അമ്മ, ഞാൻ ഇന്ന് രാവിലെ മുതൽ ഉച്ച തൊട്ടുള്ള കഥകളോ ഇന്ന് ഞാൻ ബസ് കയറി സ്കൂളെത്തിയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്കൂളിൻ്റെ സ്റ്റെപ്പിലോട്ട് ബാക്ക് ഗേറ്റ് വരെ കയറി. അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഐഡിൻ വന്നത്. ഹെഡ് ബോയ് ആവൻ. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ 5 പേരെ പറയാം. മറിയ എൻ്റെ ഒപ്പം പഠിച്ചതാ 1ാം ക്ലാസ്സിൽ. ഭയങ്കര പിശിക്കുക. 2ാമത്തത് അനൻഡ്രോ, എന്ത് പറഞ്ഞാലും കേൾക്കൂല. 3ാമത്തത് ഐഡിനാണെങ്കിൽ നല്ല കുട്ടിയാണ്, നല്ല ബ്രില്യൻ സ്റ്റുഡൻറ്റ്. 4th വൺ റയാനാണെങ്കിൽ ചില നോട്ടുകൾ എഴുതത്തില്ല. 5th വൺ ആൻ്റോണിയോ, അവനാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് റിലേറ്റീവിനെ പോലെയാണ് അവൻ. അപ്പോൾ അവനാണെങ്കിൽ ഇന്ന് ഞാൻ ഇംഗ്ലീഷ് മിസ്സ് വന്നു. ഞങ്ങൾ ഗുഡ് മോർണിംഗും പറഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് വായിച്ചു മിസ്സ്. ദ ബോയ് ഹൂ ലോസ്റ്റ് ഹിസ് ലാഫ്. ഈ ചാപ്റ്റർ വായിച്ചു. എന്നിട്ട് ഈ ചാപ്റ്റർ വായിച്ച് കഴിഞ്ഞതിന് ശേഷം റീഡ് 5 ടൈംസ് എന്ന് പറഞ്ഞു. സെക്കൻഡ് പീരീഡ് ഹിന്ദി ആയിരുന്നു. അതിലൊരു ഹോംവർക്ക് തന്നു. ആ ഹോംവർക്ക് ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ ആ ഹോംവർക്ക് ചെയ്യണം. തേർഡ് പീരീഡ് ദിവ്യ മിസ്സാണ്. ദിവ്യ മിസ് ഈസ് കേഴ്സി. അത് ദിവ്യ മിസ് പറഞ്ഞു, നിങ്ങളുടെ റഫ് നോട്ട് എടുത്തിട്ട് അതിൽ ഒരു നോട്ട് എഴുതാൻ. എൻ്റെ കയ്യിൽ നോട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേ മിസ്സ് പറഞ്ഞു, നോട്ടില്ലാത്തവർ ഇംഗ്ലീഷ് നോട്ടിൻ്റെ ബാക്ക് പേജ് എഴുതാൻ. ആ സമയത്ത് 2Gയിലെ ഒരു കുട്ടി വന്ന് പറഞ്ഞു, ഗ്രൂപ്പ് സോങ്ങിന് ശ്രീശിവ നവനീത് എന്ന് പറഞ്ഞപ്പോൾ ദിവ്യ മിസ് എന്നെയും ശ്രീശിവയും വിളിച്ചു. ഞങ്ങൾ കുട്ടിയുടെ ഒപ്പം പോയി. പിന്നെ 2Dയിൽ കേലിൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി 2Dയിൽ ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടീനെ വിളിച്ചില്ല. 2Fൽ കേദാർ പ്രവീൺ എന്നാണ് ഞാൻ വിളിക്കുന്നത്. കേദാർ പ്രവീൺ എന്നാണ് അവൻ്റെ ശരിക്കുള്ള പേര്. ഞാൻ വിളിക്കുന്നത് കേദാർനാഥ് എന്നാണ്. അതുകൊണ്ട് അപ്പോൾ കേദാറിനൊരു ഒത്തും പിടിയില്ലായിരുന്നു ഇതെങ്ങോട്ട് കൊണ്ടുപോകണേ ദൈവമേ എന്ന്. കേദാറിനെ എങ്ങോട്ട് കൊണ്ടുപോകണേ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആ കുട്ടി ഒന്നും പറഞ്ഞില്ല. അവസാനം 2Gയിലെത്തിയപ്പോൾ കേദാർ എന്തോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചകത്ത് കയറി അതിൻ്റെ സീറ്റിരുന്നു. എന്നിട്ട് മിസ്സ് ഗ്രൂപ്പ് സോങ്ങിൻ്റെ സോങ് പാടാൻ പറഞ്ഞു. ഞാനും ശ്രീശിവൻ പാടി. ആകാശകോണിലെ പറവകൾ ഞങ്ങൾ, ഒരുമയോടെ ചിറകടിക്കും കുഞ്ഞു പറവകൾ, കൂട്ടം തെറ്റാതെ നിരനിൽ മുന്നേറും ലക്ഷ്യം കൈവരിക്കും പറവകൾ ഞങ്ങൾ. ഈ പാട്ട് കേട്ടതും കേദാറിന് ഞെട്ടിപ്പോയി. അയ്യോ ദൈവമേ, എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചോദിച്ചു. അപ്പം മിസ്സ് ചോദിച്ചു, പാടുന്നില്ലേ? കേദാർ ചോദിച്ചു, എന്തുവാ? അപ്പോൾ അറിഞ്ഞ് പഠിച്ചില്ലേ? ഗ്രൂപ്പ് സോങ്ങിൽ കേദാർ സെലക്റ്റായി. പക്ഷെ ഞങ്ങൾക്ക് സെലക്ട് ആയില്ല. കേദാർ പറയുന്നത് സെലക്ട് ആയില്ല എന്ന്. അപ്പം മാർവതി മിസ് ചോദിച്ചു, അമ്മേരോടി പറഞ്ഞിട്ടുണ്ടല്ലോ വോയിസ് മെസ്സേജിൽ, നാളെ പഠിച്ചുകൊണ്ട് വരണം, 6th പീരീഡ് വിളിക്കും എന്ന് പറഞ്ഞു. 4th പീരീഡ് അംബിക മിസ്സായിരുന്നു. കുറച്ച് ലേറ്റായിട്ട് വന്നുകൊണ്ട് നോട്ടെല്ലാം എഴുതി തീർത്തു. നേരത്തെ ആക്ച്വലി ലേറ്റായി വന്ന നോട്ട് എഴുതാതെയല്ലേ ഇരിക്കണം, പിന്നെ ഇങ്ങനെ എഴുതി തീർത്തേ? ഞാൻ നോട്ട് എഴുതി തീർത്തു. അത് സത്യം തന്നെ, ഒരു സംശയം ഉണ്ട്. 5th പീരീഡ് മലയാളമായിരുന്നു. മലയാളത്തിൽ ഇതാണ് ഇന്ന് പഠിപ്പിച്ചത്. കാണിച്ചു തരാം. ഇതാണ് ഇന്ന് പഠിപ്പിച്ചത്. വിപരീതം, പഴയ പുതിയ. ആദ്യം അതൊന്നും വായിക്കണ്ട, പറയും. അതെല്ലാം വിപരീതം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി. സ്നാക്സ് കഴിച്ചില്ലേ? സ്നാക്സ് കഴിച്ചാ? ആപ്പിൾ കഴിച്ചാ? അല്ല, ആപ്പിൾ അല്ല, കേക്കാ കൊണ്ടുപോയി. കേക്ക് കഴിച്ചു. പീരീഡ് കഴിച്ചു.
6th പീരീഡ് മാഗി മിസ്സാണ്. LS പീരീഡിന് മാഗി മിസ്സ് ചോദിച്ചു നേരത്തെ പോകുന്നു. അപ്പോൾ മാഗി മിസ്സ് പറഞ്ഞു എന്തോ കാര്യത്തിന് നേരത്തെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. 6th പീരീഡും മാഗി മിസ്സ് 2 പീരീഡുണ്ട്, 6th ഉം 7th. അപ്പോൾ മാഗി മിസ്സ് ഇല്ലാത്തതുകൊണ്ട് സീമ മിസ്സ് വന്നു. മിസ്സിൻ്റെ കൂടി പറഞ്ഞു ഞാൻ മിസ്സേ 6th പീരീഡ് ഗ്രൂപ്പ് സോങ്ങിന് പോകണം, കേലിൻ എന്ന കുട്ടീനെ വിളിച്ചുകൊണ്ട് ഗ്രൂപ്പ് സോങ്ങിന് പോകണമെന്ന് പറഞ്ഞു. ഞാനും കേളിനും ലോകം മുഴുവൻ വട്ടം ചുറ്റണ പോലെ വട്ടം ചുറ്റി. ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ വന്ന് നിന്നു. സ്റ്റാഫ് റൂമിൽ നിന്നപ്പോൾ മിസ്സ് പറഞ്ഞ് കേലിനെ വിളിച്ചില്ലേ എന്ന്. ഞാൻ പറഞ്ഞു സോറി മിസ്, കേലിനെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ശ്രീശോട് പറഞ്ഞു എടാ 2D ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കേലിനെ വിളിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിളിച്ചില്ല മിസ്സേ, മറന്നുപോയി ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ കേലിനെ ഞാൻ ഓടിപ്പോയി കേലിനെ വിളിച്ച്. ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ പോയപ്പോൾ അവിടെ മിസ്സിനെ കണ്ടില്ല. അവസാനം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയപ്പോൾ ഞാൻ ചോദിച്ചു അഞ്ജന മിസ്സിൻ്റെ കൂടി മിസ് പാർവതി മിസ്സിനെ കണ്ടോയെന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ റാമ്പ് കയറി ഞാൻ മുകളിലോട്ട് പോയപ്പോൾ വേറെ എവിടെയോ ചെന്ന് കയറി. എവിടെ ചെന്ന് കയറിയെന്നൊരു പിടിയുമില്ലായിരുന്നു. അവസാനം ഞാൻ സ്റ്റെയർസ് കയറി. അവസാനമാണ് എനിക്ക് തോന്നിയത് ഞാൻ ആ താഴത്തെ വാഷ്റൂമിൻ്റെ അടുത്ത് ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ അവർ നിൽപ്പുണ്ടായിരിക്കാം, അവിടെ സെർച്ച് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ റാമ്പ് വഴി കയറി നേരെയാണ് പോയത്, സ്റ്റാഫ് റൂം വഴി. ഞാനപ്പോൾ സ്റ്റെയർസ് കയറി നേരെ പോയി ലെഫ്റ്റ് തിരികെ നമ്മളുടെ ഒരു ചുമരിൻ്റെ അടുത്ത് ശ്രീ ശിവചാരി നിൽക്കണുണ്ട്. അവിടെ ചെന്ന് നിന്ന് പാട്ടും പാടി. 7th ക്ലാസ്സിൽ വന്ന് 7th പീരീഡ് മിസ്സിൻ്റെ നോട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് നോട്ട് എവിടെയാണ്? അതായിരിക്കുന്നു ഇംഗ്ലീഷ് നോട്ട്. അതിൽ ഇവിടം വരെ പഠിപ്പിച്ചിരുന്നു, ഇവിടം വരെ എഴുതിപ്പിച്ചു. ന്യൂ വേർഡ്സ് എഴുതിപ്പിച്ചതിന് ശേഷം ഓപ്പോസിറ്റും പിന്നെ മീനിങ്സും എഴുതിപ്പിച്ച്. അതിനുശേഷം ബാഗ് പാക്ക് ചെയ്യാൻ പറഞ്ഞു. ബാഗ് പാക്ക് ചെയ്തതിന് ശേഷം ജനഗണമന കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ താഴെ ക്യൂയിൽ നിന്ന് 71ൻ്റെ ബോർഡിലെത്തി. പിന്നെ ബസ്സിൽ കയറിയതിന് ശേഷം കുറച്ച് സമയം അസ്കി ബിസ്കി പാബാ ഉസ്കിയും കളിച്ചുകൊണ്ടിരുന്ന് അവിടെ ചുമ്മാ കുത്തിയിരുന്നു. പിന്നെ ബസ്സെടുത്ത് എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും വന്ന് ബസ്സെടുത്ത്, ചേച്ചിയും ആദിത്യ ചേട്ടനും വന്ന് ബസ്സെടുത്ത്. അവരാണോ ബസ്സിനെ എടുത്തത്? അല്ല, ബസ്സെടുത്ത് നേരെ അങ്ങ് വീട്ടിലോട്ട് വിട്ട്. പിന്നെ വീട്ടിലെത്തി ചോറ് കൊണ്ട് കിടന്നുറങ്ങി. വൈകുന്നേരം അമ്മ വന്നപ്പോൾ അമ്മയോടൊപ്പം കുറച്ച് സമയം ഇരുന്ന് കളിക്കുക.